ഹലോ! അപ്പൊ ഇന്നൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് എൻ്റെ സായിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പൊ അതിൻ്റെ ചെറിയ ഡെക്കറേഷൻ പരിപാടിയിലാണ്. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നാട്ടിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേക്ക് നമ്മൾ നാട്ടിലില്ല, ഷാർജയിലാണ്. അപ്പൊ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം ആരുമില്ല, ഞങ്ങളും പിന്നെ ഏട്ടൻ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അവർക്കൊക്കെ ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി 8 മണിക്കാണ് സെലിബ്രേഷൻ വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാനും സായും മാത്രമേ ഉള്ളൂ. ഏട്ടൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ബലൂണൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. സായിനാണ് ഈ ബലൂൺ എന്ന് പറഞ്ഞ പ്രാന്താണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ബലൂണൊക്കെ കണ്ടിട്ട് ആൾ തുള്ളിച്ചാടി നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ബലൂണൊക്കെ എടുത്ത് തന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സായു വീട്ടിൽ ഭയങ്കര പോക്കിരിയ, കുറുമ്പന, ഒരു മിനിറ്റ് ഒതുങ്ങിയിരിക്കില്ല. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആള് സൈലന്റാ. എന്റെ മേലിന്ന് പിന്നെ ഇറങ്ങില്ല, വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യോ എന്താക്കുമെന്നൊന്നും അറിയില്ല. ഉച്ചയ്ക്ക് ഏട്ടൻ വന്നു, അതിന്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബാക്കി ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടന്നു. സായു അതിന്റെ ഇടയിൽ കടന്ന് കുറുമ്പ് കാട്ടുണ്ട്. ഇടയിൽ കുറച്ചു നേരം സായിനെ കിടത്തി ഉറക്കി, അതല്ലെങ്കിൽ അവൾ വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കടന്നു. അപ്പം നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി ഫുള്ള് സെറ്റായി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എന്തായാലും പറയണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രഷായി സായിനെയൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തു. നമുക്ക് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ തിരക്കിൽ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. ഭാഗ്യത്തിന് സായി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ്റെ 2 ഫ്രണ്ട്സിനെ പോപ്പർ പൊട്ടിക്കാൻ വേണ്ടി 2 സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടും അത് പൊട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ചിരിക്കുന്നത്. ഭാഗ്യത്തിന് ലാസ്റ്റ് ഒരെണ്ണം പൊട്ടി. നമ്മളെപ്പോൾ ഈ ഒരു സാധനം മേടിക്കുമ്പോഴും നമുക്ക് പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് പ്രാവശ്യം 2 എണ്ണം തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മാത്രമേ പൊട്ടിയുള്ളൂ, ഒരെണ്ണം പൊട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം ഇങ്ങനെ പണി തന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സായിട്ടന് കേക്ക് ഭയങ്കര ഇഷ്ടം, അപ്പൊ അതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രവീൺ മാമൻ ഇപ്പോഴും ആ പോപ്പറിൽ കുസി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പൊട്ടിയില്ല, ലാസ്റ്റ് തല്ലി പൊട്ടിക്കേണ്ടി വന്നു. പിന്നെ എല്ലാരും കേക്കൊക്കെ കഴിച്ചു, കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സായിന് പിന്നെ ഒരു ചേച്ചിനെയും ചേട്ടനെയും കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ. ചേച്ചിയായിട്ട് പെട്ടെന്ന് സെറ്റായി. അപ്പൊ ചേച്ചിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്നായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ലോലിപോപ്പാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സായിന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ് നിങ്ങൾ ആ മുഖത്ത് കാണുന്നത്. ചിരിച്ച് മയങ്ങുകയായിരുന്നു, നല്ല ഇഷ്ടമായി. അപ്പോഴേക്കും സൂപ്പൊക്കെ വന്നു. അപ്പം അതൊക്കെ കുടിച്ചു. സായിമ ഒതുങ്ങിയിരുന്ന് ലോലിപോപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവൾ അങ്ങനെ ഒതുങ്ങിയിരിക്കാറുള്ളൂ, അല്ലെങ്കിൽ വേറി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫിഷ്, ബീഫ്, ചിക്കൻ, പിന്നെ പൊറോട്ട, അപ്പം, പുട്ട്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും അതൊക്കെ കഴിച്ചു. സായിൻ്റെ ലോലിപോപ്പ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ കുറുമ്പ് കാട്ടാൻ തുടങ്ങി. ഇനി ഒതുങ്ങിയിരിക്കില്ല, കോമാളി കാട്ടാൻ തുടങ്ങി. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് കോമാളി കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി. അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ മാത്രം അവൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെ സായിമ്മയുടെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും ബൈ ബൈ പറഞ്ഞു നേരെ റൂമിലേക്ക് വന്നു. തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂമിന്റെ അവസ്ഥ. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.